ഇന്ത്യ അലയൻസിൽ ശിവസേന എടുക്കുന്ന കാര്യത്തിൽ ഇവിടെയുള്ള മതേതര രാഷ്ട്രീയ പാർട്ടികൾക്ക് രണ്ടു വട്ടം ആലോചിക്കേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിട്ടില്ല. SDP പിന്തുണ എങ്ങാനും എടുത്താൽ രാജിവെക്കണം എന്നാണ് ഇവിടെ രണ്ടു കൂട്ടരും പറയുന്നത്. അപ്പോൾ ഇതെന്ത് രാഷ്ട്രീയമാണ്? ഇപ്പോൾ പല സ്ഥലങ്ങളിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം പിന്തുണ കൊടുത്തപ്പം എന്താണ് പിന്തുണ കിട്ടിയവർ രാജിവെക്കണം എന്നാണ് LDFും UDFും ഒരേപോലെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞങ്ങളെ അൺടച്ചബിളായിട്ട് കാണുന്ന നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ സഹായം ചോദിക്കുന്നതൊക്കെ അവർ ചോദിക്കുന്നത്. അത് പ്രസക്തമാണ്. പിന്നെ അതിലൊക്കെ അവർ ഉന്നയിക്കുന്ന രാഷ്ട്രീയം വളരെ പ്രസക്തമാണ്. ഇപ്പോൾ കേരളത്തിന് പുറത്ത് നോക്കൂ, ഞാൻ മുമ്പ് പറഞ്ഞാണ് ഇന്ത്യ അലയൻസിൽ ശിവസേന എടുക്കുന്ന കാര്യത്തിൽ ഇവിടെയുള്ള മതേതര രാഷ്ട്രീയ പാർട്ടികൾക്ക് രണ്ടു വട്ടം ആലോചിക്കേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിട്ടില്ല. നോക്കൂ, ഇന്ത്യയിൽ ഔദ്യോഗികമായി നിശ്ചയിക്കപ്പെട്ട ഒരു കമ്മീഷൻ ഇന്ത്യ കണ്ട ഏറ്റവും മാരകമായ കലാപത്തിൽ മുഖ്യ പങ്കാളിയെന്ന് കുറ്റപ്പെടുത്തിയ പാർട്ടിയാണ് ശിവസേന. ആ ശിവസേന ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ഒരു ദിവസം നേരം വിളിക്കുമ്പോൾ ആർക്കും പ്രശ്നമില്ലല്ലോ. MIMനെ ഇന്ത്യ മുന്നണിയിൽ എടുക്കാൻ കോൺഗ്രസ്സിന് പറ്റുന്നില്ല, CPMന് പറ്റുന്നില്ല, SDP കുറിച്ച് ആലോചിക്കാനേ പറ്റുന്നില്ല. SDP പിന്തുണ എങ്ങാനും എടുത്താൽ രാജിവെക്കണം എന്നാണ് ഇവിടെ രണ്ടു കൂട്ടരും പറയുന്നത്. അപ്പോൾ ഇതെന്ത് രാഷ്ട്രീയമാണ്? ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണം എന്ന് പറയുന്നതിൽ എന്താർത്ഥം എന്ന് ഈ SDP ചോദ്യത്തിന് രാഷ്ട്രീയമായ പ്രസക്തിയുണ്ട്. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞാണ്, ബ്രത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഫോർമലി യു മേ ബി റൈറ്റ് ബട്ട് ആക്ച്വലി യു ആർ റോങ് എന്നുള്ളത്. സാങ്കേതികമായി ശരിയായിരിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ തെറ്റാവുകയാണ് ചെയ്യുക. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തന്നെ ഫൗണ്ടേഷൻ അവർ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പം വേറൊരു തമാശ എന്ന് വെച്ചാൽ അപ്പുറത്ത് തമിഴ്നാട്ടിൽ ഈ SDP കോൺഗ്രസും CPMുള്ള മുന്നണിയുടെ ഭാഗമാണ്. എന്താണ്, പുരോഗമന ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ്. അവർ 1-2 സീറ്റിൽ മത്സരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ VD സതീശനും MV ഗോവിന്ദനും എന്ത് പറയും എന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ എന്തുകൊണ്ടാണ് അവർ സാധിച്ചതെന്ന്, രാഷ്ട്രീയ പ്രവർത്തനം, ഫീൽഡിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അവരെന്താണ് ഞങ്ങളൊരു ഫോഴ്സാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു. മുന്നണിയിലൊക്കെ എടുക്കാൻ മാത്രമുള്ളൊരു ഫോഴ്സാണെന്ന് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു. ആ ഒരു ഘട്ടത്തിൽ എന്താ പറയുക, ഒരു സംക്രമണ ഘട്ടം, ട്രാൻസിഷൻ ടൈം എന്നൊക്കെ പറയുന്നൊരു ഘട്ടത്തിലുള്ള പാർട്ടിയാണ് കേരളത്തിലെ SDP. ആ സമയത്ത് അനുഭവിക്കുന്ന പലതരം ക്രൈസിസുകളൊന്നാണിത്. പക്ഷേ ആ ക്രൈസിസ് ബുദ്ധിപൂർവ്വം മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ ദീർഘകാലത്തിലേക്കുള്ള അപകടത്തിൽ പോയി ചാടും.